ബിജേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവര് പറയുന്നില്ലേ, ഈ സുഡാപ്പികൾ RSS ഈസ് ഈക്വൽ ടു ICC ഈസ് ഈക്വൽ ടു ICICI ഈസ് ഈക്വൽ ടു HDFC എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്. ജോർജ് സോറോസ് ഈസ് ഈക്വൽ ടു ഡീപ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ഇലുമിനാറ്റി. ഇപ്പോൾ അതിന്റെ കൂടെ ഒരു ഈസ് ഈക്വൽ ടു കൂടെ ചേർത്ത് പൂട്ടിക്കെട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടി പറയാം. സംഭവം വേറൊന്നുമല്ല, രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി അറിയാലോ. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തെരുവിലിറക്കാനുള്ള ഒരു വലിയ ശ്രമമായിരുന്നു. പക്ഷെ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇത് അവർക്ക് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. കർഷക നിയമത്തിലും ഒരു ടൂൾ കിറ്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴും നമ്മൾ പറയുകയാണ് ജോർജ് സോറോസ്, ഡീപ് സ്റ്റേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് 2019-ലും 2020-21 ഒക്കെ ആയിട്ട് നടന്ന പ്രതിഷേധമാണ്. പക്ഷെ ഇപ്പോൾ വോട്ട് ചോരി വന്നപ്പോൾ മീഡിയ മണ്ണൊക്കെ എഴുതുന്നുണ്ട്, ജനങ്ങൾ തെരുവിലിറങ്ങാത്തതിലാണ് ഞങ്ങൾക്ക് ആശങ്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അതിഭീകരമായിട്ട് എഴുതുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർ തെരുവിൽ ഇറങ്ങുന്നില്ല? അതിന്റെ ഉത്തരം ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഫണ്ടില്ല. ഫണ്ട് വന്നാലേ തെരുവിൽ ഇറങ്ങും. ഫണ്ട് ആരാ കൊടുക്കേണ്ടത്? സോറോസ് കൊടുക്കണം. സോറോസിനെ പൂട്ടിക്കെട്ടി, അതുകൊണ്ടാണ് ഫണ്ട് വരാത്ത. അല്ലെങ്കിൽ ഈ നമ്മള് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം പോലും ബിജേട്ട ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഒരു പ്രവർത്തകൻ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയായിട്ട് തെരുവിൽ ഒരു പ്രതിഷേധം നടത്തിയോ? വോട്ട് ചോരിയുടെ പേര് പറഞ്ഞു. പോട്ടെ, കേരളത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായോ? വോട്ട് പോട്ടെ, ആ മനുഷ്യനോട് ഇത്തിരി ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും അവന്മാർക്ക് കാണിച്ചുകൂടെ? അവര് പൈസ കിട്ടിയാലേ തെരുവിലിറങ്ങും എന്നുള്ള ഒരു ഇതെന്താണ്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇനി ഫണ്ട് വന്ന് ആ ഫണ്ട് വീതിച്ചു കൊടുത്ത് അതിന്റെ പുറകിൽ എല്ലാവരെയും സെറ്റ് ചെയ്ത് ഇനി നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറയുമ്പോൾ അതൊരു സെറ്റപ്പായിട്ടുള്ള കാര്യമല്ല. പിന്നെ അങ്ങേരുടെ ഒരു ഇമേജ് നിലനിർത്താനായിട്ട് ഇന്ന് ബീഹാറിൽ നിന്നൊരു യാത്ര തുടങ്ങുന്നുണ്ട്. പിന്നെ അതിലൊരു ഗുണം കൂടെ ഉണ്ട്, കാരണം ബീഹാറിൽ ഇപ്പൊ ഇലക്ഷൻ കൂടെ വരികയാണ്. അതുകൊണ്ട് ജനങ്ങളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചുണ്ടല്ലോ, ഇത് മാധ്യമങ്ങളിലൊന്നും അങ്ങനെ ഈ വാർത്തയൊന്നും വരത്തില്ല കേട്ടോ. മാധ്യമങ്ങളിലൊന്നും ഈ വാർത്ത വരുന്നതൊക്കെ വളരെ വിരളമാണ് എന്നുള്ള, ഞാൻ തന്നെ തപ്പി നോക്കിയിട്ട് തന്നെ വളരെ കുറച്ച് സൈറ്റുകളിൽ മാത്രമാണ് ഈ വാർത്ത ഉള്ളത്. അതിലൊന്ന് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ, അതിൽ ഈ വാർത്തയുണ്ട്. ഈ വാർത്ത പിന്നെ ഞാൻ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വേറെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. അപ്പോ ഞാൻ ചോദിച്ചു, അപ്പോ ഈ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ $25 ബില്യൺ ആസ്തിയുള്ള സാധനമാണ് ഈ ഓപ്പൺ സൊസൈറ്റി. ഇത് പൂട്ടിക്കെട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ യെസ്, ദാറ്റ്സ് ആക്യുറേറ്റ്. ഫോളോവിംഗ് എ സിഗ്നിഫിക്കന്റ് restructuring, the Open Societies Foundation has reduced its global footprint from 100 offices to around 16. അതായത് 100 രാജ്യങ്ങളിലായിട്ട് 100 ഓഫീസുകൾ ഉണ്ടായിരുന്ന യവന്മാരുടെ ഈ സെറ്റപ്പ് ഇപ്പൊ വെറും 16 ഓഫീസായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. This reduction is part of a broader organizational shift that began in 2023 involving staff cuts and a change in operating model. സ്റ്റാഫ് കട്ട് ഉണ്ടായിട്ടുണ്ട്. 40% സ്റ്റാഫുകളെ അവർ പിരിച്ചുവിട്ടു. 2023 മുതൽ ഈ പണി തുടങ്ങിയതാണ്. പോരാത്തതിന് ഗ്ലോബൽ റെസ്ട്രിക്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. OSF ഹാസ് ബീൻ അണ്ടർഗോയിങ് എ മേജർ restructuring since 2023, leading to the closure of numerous offices and significant staff reductions. അതായത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് അടികൾ ചറപറാന്ന് വരുന്നുണ്ട്. ഏതൊക്കെ ഭാഗത്തു നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇന്ത്യയിൽ നിന്ന് അത് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് വീഴ്ചയായിട്ട് എനിക്ക് പറഞ്ഞു തരണം. പിന്നെ സ്റ്റാഫ് കട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവരിപ്പോ പറയുന്നത് നമ്മുടെ കോർ ഏരിയാസ്, ഞങ്ങളൊരു ഫിലാന്ത്രോഫൽ സൊസൈറ്റി എന്നാണ് പറയുന്നത്. അതായത് ജീവകാരുണ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഈ ജോർജ് സോറോസിന്റെ എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോ പൂട്ടിക്കെട്ടി അടിയൊക്കെ കിട്ടി വൃത്തിയായിരിക്കുകയാണ്. അതിനുശേഷം ഈ ജോർജ് സോറോസ് ഔദ്യോഗികമായിട്ട് അന്നേ പറഞ്ഞു, ഞാൻ പിന്മാറുകയാണ്, ഇനി എന്റെ പിൻഗാമിയായിരിക്കും ഇതിൽ വരുന്നത്. OSF ഇപ്പോൾ സോറോസിന്റെ 37 വയസ്സുള്ള മകൻ അലക്സിന്റെ കൈകളിലാണ്. എന്തായാലും അത് നന്നായി. 2022 ഇയാൾ കയറിയ ശേഷം, ഇയാൾ ചെയർമാൻ ആയതിനു ശേഷം, പിതാവിന്റെ ഔദ്യോഗിക പിൻഗാമിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ഈ OSFനെ അടിച്ചു ഒതുക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോ ഇവരുടെ പ്രവർത്തനമുള്ളത് കൂടുതലും ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ കൺട്രീസിലാണ്. സൗത്ത് ആഫ്രിക്ക, നൈജീരിയ, പിന്നെ നമീബിയ, അങ്ങനെയുള്ള കുറച്ച് കൺട്രീസിലാണ് ഇതുള്ളതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യൂറോപ്പ്, തായ്ലൻഡിനെയൊക്കെ ഇയാൾ ഒറ്റ രാത്രി കൊണ്ട് മറിച്ചിട്ടു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഇന്ത്യയെ പിന്നെ ഇയാൾക്ക് കടക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇയാൾ നരേന്ദ്രമോദിക്കെതിരെ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു അറ്റാക്ക് നടത്തിയല്ലോ, മോദി അപകടകാരിയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ജോർജ് സോറോസിന്റെ ഈ ഒരു തകർച്ച അത് നമ്മുടെ രാജ്യത്ത് പ്രതിഫലിക്കുന്നില്ലേ? നമ്മൾ ആ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ആ ഒരു പ്രതിഫലനം. ജോർജ് സോറോസ് ഇപ്പോഴും ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നമ്മുടെ സർക്കാരിന് ഡിഫെൻഡ് ചെയ്യാൻ പ്രയാസമായി വരികയായിരുന്നില്ലേ? വളരെ മികച്ച ചോദ്യമാണ്. അപ്പൊ പലരും പറയുന്നുണ്ട് അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നതൊക്കെയല്ല, സംഭവം ശരിയാണ്. അവർക്ക് ഡീപ് സ്റ്റേറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഇന്ത്യയിൽ അവരുടെ ഡീപ് സ്റ്റേറ്റ് വളരെ കാലം പ്രവർത്തിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സർക്കാരുകൾ പല സംസ്ഥാനത്തും കേന്ദ്രത്തിലുമൊക്കെ ഭരണത്തിൽ ഇരുന്നിട്ടുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അത് BJP തുടക്കത്തിൽ കയറിയപ്പോഴും ഇത് വളരെ ശക്തമായിരുന്നു. പക്ഷേ ഈ
പൗരത്വ ഭേദഗതി സമരം അത് ഡീപ് സ്റ്റേറ്റ് ഭംഗിയായി ഈ സൊറോസും ഗ്യാങ്ങും ഭംഗിയായി അവതരിപ്പിച്ച് വിജയത്തിന്റെ വക്ക് വരെ എത്തിയ ഒരു സമരമാണ്. പക്ഷെ അന്ന് എല്ലാവരും കരുതിയത് BJP നരേന്ദ്രമോദി സർക്കാരും തകർന്നു പോയി, ഇവർക്ക് ഇത്രേ ഉള്ളു ഇവര്, കാരണം ഇങ്ങനൊരു പ്രക്ഷോഭം വന്നപ്പോഴത്തേക്ക് അവസ്ഥ ഒന്നും ചെയ്യാതിരുന്നു. പക്ഷെ അവർ അതിലും വലിയ ബുദ്ധിമാന്മാരായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ, ചില സമയങ്ങളിൽ അനങ്ങാതിരിക്കും, എവിടം വരെ ഈ കളി പോകുന്നു അറിയാനായിട്ട്. അതങ്ങനെ പോയിട്ട് അവര് അങ്ങനെ വെയിറ്റ് ചെയ്ത് പോയി. അവസാനം എന്തായിരുന്നു? ഓടിച്ചിട്ട് പൂട്ടിക്കെട്ടി. ആ സമരത്തിന്റെ മുമ്പിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് അടക്കം പൂട്ടി അടക്കം, അതായത് ആരൊക്കെയാണോ ആ പ്രത്യക്ഷത്തിൽ ആ സമരത്തിൽ പിന്തുണയെത്തിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയായി. കാരണം രാജ്യവിരുദ്ധ സംഘടനയായത് പ്രഖ്യാപിക്കുകയും അകത്തിടുകയും ചെയ്തപ്പോൾ ഒരക്ഷരം മിണ്ടാതായി. അവരെ തെരുവിലിറക്കിക്കൊണ്ടായിരുന്നു കലാപത്തിന് കളി മുഴുവൻ നടത്തിയത്. അതോടുകൂടി, അതായത് അവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, ഇരിക്കുന്ന അവസാനത്തെ പുഴു പോലും ഇറങ്ങി വരട്ടെ. മൊത്തത്തിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തൂത്തുവാരി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. കാരണം തുടക്കത്തിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവൻ അപ്പോഴും അവശേഷിക്കും മാളത്തിനകത്ത് തന്നെ, അവൻ അടുത്ത സമയത്തേ ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം, മാക്സിമം 8, 9, 10 മാസം എടുക്കട്ടെ. അല്പം കലാപമൊക്കെ നടന്നാലും കുഴപ്പമില്ല, കംപ്ലീറ്റ് എണ്ണം ഇറങ്ങുമല്ലോ. അങ്ങനെ എല്ലാം കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൂത്തുവാരി എടുത്തു. ആ സമയത്ത് തന്നെ എത്ര NGO ഇന്ത്യ പൂട്ടിപ്പോയി, ഓടിച്ചിട്ടടിച്ചു, യാതൊരു ദാക്ഷിണ്യവും വന്നില്ല. നമുക്കറിയാം കേരളത്തിൽ പോലും ചില NGO ചില കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രൊജക്ടിനെതിരെ വന്നപ്പോൾ 3 ദിവസം ആ സമരം നിന്നുള്ളൂ, നടുവടിച്ച് പൊട്ടിച്ചു. നമ്മൾ കണ്ടതാണത്. ഞാൻ സ്ഥലവും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അത് കുറച്ചുകൂടെ കോൺട്രവേഴ്സി ആയി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള അടുത്ത് പിന്നെ അടിച്ചു പൊട്ടിച്ചില്ലേ, എല്ലായിടത്തും നടന്നില്ലേ, തൂത്തുവാരി എടുത്തില്ലേ. പിന്നെ ഇവര് ചലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടൂളായിരുന്നു നക്സലുകൾ. ഇന്നെന്തായി നക്സലുകളുടെ അവസ്ഥ? ഏതാണ്ട് 96% സ്ഥലത്തും ഇന്ത്യയിലെ നക്സലുകളെ ഇല്ലാതാക്കി നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിന്റെ ഇതൊക്കെ. രണ്ടാമത്തെ ആ വഴി പൂട്ടിക്കെട്ടി. 2024 ഞാനൊരു സംഭവം പറയാം. അതൊരു ധനുഷിനറിയാം, ധനുഷ് ആ സമയത്ത് എന്നെ വിളിക്കാറുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അന്ന് ഈ ദേശീയ നാഷണലിസ്റ്റ് ചിന്താഗതിയുള്ള മാധ്യമപ്രവർത്തകരുടെ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അടക്കം ചവിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ നമ്മളെ ചവിട്ടുമായിരുന്നു. നമ്മൾ വളരെ നല്ല വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാലും ആ സമയത്ത് ഇതിനെ ഡൗൺ ചെയ്യിക്കുമായിരുന്നു. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടികൾ, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മറ്റു പാർട്ടികൾ, അവരുടെ ഇതിന് ഭയങ്കര ഹൈപ്പും കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. എനിക്ക് പോലും ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ വാർത്ത ഷെയർ ചെയ്യാൻ പറയാറില്ല. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജമ്മു കാശ്മീരിൽ ഒരു ഭീകരാക്രമണം നടന്നിട്ട് ഒരു 2 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി തുരുതുരാ വെടിയേറ്റ് മരിച്ചൊരു ചിത്രം കാശ്മീരിൽ നിന്ന് കിട്ടി. ആ വാർത്ത ഞാൻ ചെയ്തതിന് ശേഷം അന്ന് ആദ്യമായിട്ട് ന്യൂസ് ഇന്ത്യ മലയാളം പറഞ്ഞത് പ്രേക്ഷകർക്ക്, ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ വാർത്തകൾ, നമ്മുടെ ദേശീയതയുള്ള വാർത്തകളായാലും ഇല്ലെങ്കിൽ നാഷണാലിറ്റി, നമ്മുടെ ആ വാർത്തകളെ ചവിട്ടുന്നുണ്ട് വ്യാപകമായി തന്നെ. അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യപ്പെടണം. കാരണം ഇത് മറ്റു പലയിടത്തും മെഴുകുതിരി നടത്തിയവരൊന്നും ഇത് കാണുന്നില്ല. ഒരു ഭീകരൻ ഒരു കൊച്ചു പെൺകുട്ടിയെ മുഖത്ത് തുരുതുരാ വെടിവെച്ച് കൊന്നതാണ് എന്ന് പറഞ്ഞു. ആ വാർത്ത അന്ന് എനിക്ക് തോന്നുന്നു 1700 പേരോളം ആ വാർത്ത ഷെയർ ചെയ്തു. ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ നമുക്കറിയില്ല, ഫേസ്ബുക്കിൽ അത് അത്രയും വലിയൊരു ഷെയറിങ് ആ വാർത്ത നടന്നു. അന്ന് എനിക്ക് പറയേണ്ടി വന്നു, കാരണം നമുക്കല്ലാതെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട പ്ലാറ്റ്ഫോമുകൾ ഈ വലിയ രീതിയിൽ തന്നെ അന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഈ BJP നരേന്ദ്രമോദിയെ തകർക്കുവാൻ വേണ്ടിയിട്ട് അന്ന് അദ്ദേഹം 340 കോടി രൂപ എങ്ങാണ്ടാണ് ഫസ്റ്റ് ഗഡു മുടക്കിയത്. ആ ഫണ്ട് ലോകത്തുള്ള സകലമാന മാധ്യമങ്ങൾ, മറ്റൊന്ന് ഈ വിവിധ തരത്തിലുള്ള തീവ്രവാദ സംഘങ്ങൾ, അതിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്, മറ്റു തീവ്രവാദികളുണ്ട്, നക്സലുകളുണ്ട്, എല്ലാവരും ഒരു സൈഡില്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ഭീമന്മാർ തന്നെ പണം കൊടുത്തുകൊണ്ട് നമ്മളുടെ വാർത്തകൾ പുറത്തു വരരുത്, അതിന് റീച്ച് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടുന്ന അവസ്ഥ. എനിക്ക് തോന്നുന്നു അന്ന് ഈ വിഷയങ്ങളൊക്കെ TG മോഹൻദാസും ഒക്കെ വളരെ ഭംഗിയായിട്ട് അന്ന് അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹവും ഇത് പറയുന്നുണ്ട് പലവട്ടം ചർച്ചകളിൽ. ധനുഷൊക്കെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഡൽഹിയിൽ ഉള്ള നമ്മുടെ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകരെ വിളിച്ച് ചോദിച്ചപ്പം അവർ ഈ ചോദ്യം അന്നത്തെ മന്ത്രിയായ ശ്രീ അനുരാഗ് താക്കൂറിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹവും ഇത് സമ്മതിക്കുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അത് വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ്. എനിക്ക് തോന്നുന്നത് അവസാന പോരാട്ടം എന്നൊക്കെ പറയത്തില്ലേ നമ്മള്, ഇനി ഇതും കൂടെ പിന്നെ ജയിച്ചില്ലെങ്കിൽ ഇനി അടുത്തൊന്നും വേറെ മത്സരമില്ല എന്ന് പറയുന്നത് പോലെ അവസാന പോരാട്ടത്തിന്റെ പ്രതിപക്ഷം മാധ്യമങ്ങൾ, കട്ടിംഗ് സൗത്ത് ഒക്കെ അറിയാമല്ലോ, ആ കട്ടിംഗ് സൗത്തുകാരനാണ് ഇപ്പൊ വേഷം മാറി അവനൊരു വലിയ സീനിയർ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ വേഷം മാറി കട്ടിംഗ് സൗത്ത്, ഇന്ത്യ വിഭജിക്കണം എന്ന് പറഞ്ഞത് ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. അപ്പൊ യുവമാരെല്ലാം കൂടെ ചേർന്ന് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ. അന്ന് എനിക്ക് തോന്നുന്നത് 2024 ഈ വിവരങ്ങൾ മീൻസ് ഇങ്ങനെ റീച്ച് ഇങ്ങനെ കുറയുന്നു എന്ന് അറിയാവുന്നത് വളരെ കുറച്ച് മീഡിയാസിന് മാത്രമാണ്. നാഷണലിസ്റ്റ് ആയിട്ടുള്ള മീഡിയാസുകൾ
വലിയ രീതിയിൽ ഇപ്പോഴും ഇന്ത്യയിൽ പിന്നെ കൂടി വന്നിട്ടൊന്നുമില്ല. ഇപ്പോഴും ഇടതുപക്ഷ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഇല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള ഫണ്ടഡ് ആയിട്ടുള്ള ഈ രാജ്യതകർക്ക വിടർന്നവാദം അങ്ങനെയുള്ള മീഡിയാസ് ആണ് കൂടുതൽ ഇപ്പോഴും. അപ്പം നമ്മുടെ ഒരു നാഷണൽ ചിന്താഗതിയുള്ള മീഡിയാസ് അന്ന് ഇന്നും കുറവാണ്. അന്ന് അതിനെതിരെ ഒരു ശക്തമായ ഒരു നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് പിന്നീട് അന്നിരുന്ന വാർത്താ പ്രക്ഷേപണ മന്ത്രിക്ക് പിന്നെ മന്ത്രിസ്ഥാനം കിട്ടിയത്. ഞാൻ പേരൊന്നും പറയുന്നില്ല, പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും, തപ്പിയെടുത്താൽ കിട്ടും. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഇപ്പോഴല്ല, അദ്ദേഹം പാർട്ടിയുടെ ഒരു യുവജന നേതാവായിരുന്ന സമയത്ത് നല്ല മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് ആക്റ്റീവ് ആകാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് പദവിയിൽ നിന്ന് മാറ്റുക മാത്രമല്ല ചെയ്ത്, പിന്നെ ഒരു പദവിയും കൊടുത്തുമില്ല. അന്ന് അമിത്ഷാ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു, സോഷ്യൽ മീഡിയ അടക്കം ഞങ്ങളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട്, ഞങ്ങളുടെ വഴികളെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ ഫണ്ടിങ് നടത്തിയെന്ന് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി പറഞ്ഞു, ശ്രീ അമിത്ഷാ പറഞ്ഞു, രാജ്നാഥ് സിംഗ് പബ്ലിക്കായിട്ട് അവർക്ക് പറയേണ്ടി വന്നു, ഇതാണ് ഇവിടെ നടന്നത്, ഞങ്ങളെ ബ്ലോക്ക് ചെയ്യിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇഞ്ച് പോലും പ്രചരണം മുമ്പോട്ട് കൊണ്ടു. കാരണം അവരെന്തുകൊണ്ട് അതിജീവിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ ഒരു ബാക്കപ്പായിട്ട് നിൽക്കുന്ന RSS എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവർക്കിപ്പോൾ നോട്ടീസും പോസ്റ്ററും സോഷ്യൽ മീഡിയ ഒന്നും ആവശ്യമില്ല. കാരണം അവർക്ക് ശാഖകളുണ്ട്. പിന്നെ അവരുടെ ഈ കേഡർമാർ, സ്വയം സേവകർ എന്ന് പറഞ്ഞാൽ നാളെ നീ ഒരു 10 വീട് കയറണം, നമ്മുടെ ഇത് പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ 10 വീട് കയറി ഇറങ്ങും. വേറൊരു സംഘടനയ്ക്കും അത്രയും കപ്പാസിറ്റി ഇല്ല. ലോകത്തിലെ ഏറ്റവും വലിയ NGO ആണ് അവർ. ഇപ്പം അവരുള്ളത് കൊണ്ട് മാത്രമാണ് ധനുഷെ ഈ 240 സീറ്റെങ്കിലും കിട്ടിയിരുന്നത്. നേരെ മറിച്ച് ഇത് കോൺഗ്രസോ CPM വല്ലോ പാർട്ടി ആയിരുന്നു ആ സ്ഥാനത്തേക്ക് തകർന്നു പോയത്. കാരണം അത്രത്തോളം ശത്രുക്കളായിരുന്നു അവിടെ നിന്നത്. പക്ഷെ ഇവരുടെ ബാക്കപ്പ് ചെയ്തത് മുഴുവൻ RSS ആയിരുന്നു. കാരണം അവരുടെ കേഡർമാരെ അവർ ഇറക്കി ചെറിയ ചെറിയ കുടുംബയോഗങ്ങൾ വിളിച്ചു. ആ കുടുംബയോഗത്തിൻ്റെയൊക്കെ കഥകൾ നമ്മൾ പിന്നീട് അറിയുന്നത്. ഹരിയാനയിലൊക്കെ അത് 5 പേര് 4 പേര് 3, അതായത് പുറമേ നോക്കി കുടുംബയോഗമാണെന്ന് തോന്നില്ല. അതായത് ഇവർ കണക്കൂട്ടുന്നത് ഇവർ സാധാരണ നമ്മൾ കുടുംബയോഗം എന്നൊക്കെ പറയുമ്പോൾ 10-15 കുടുംബക്കാരെ വിളിച്ചിരുത്തിയിട്ടാണ് യോഗം നടത്തുന്നത്. അങ്ങനെയാണ് എല്ലാ പാർട്ടികളും. പക്ഷെ ഇവരങ്ങനെയല്ല, ഓരോ കുടുംബത്തിലും ചെല്ലുകയാണ്. അതിനെയാണ് ഇവർ കുടുംബയോഗം എന്ന് പറയുന്നത്. അങ്ങനെ അവർ ലക്ഷക്കണക്കിന് കുടുംബയോഗങ്ങൾ ഇവർ നടത്താൻ തുടങ്ങി. അപ്പം നടത്തിക്കൊണ്ടാണ് ഇതിനെ ഇവർ കവർ ചെയ്തെടുത്ത്. അതല്ലായിരുന്നുണ്ടെങ്കിൽ BJP തകർന്നു പോകുമായിരുന്നു ആ ഒരു വലിയ ഇതിൽ. അങ്ങനെ സോറോസിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ പദ്ധതികൾ ഈ ലോകത്ത് പരാജയപ്പെടുന്നത്. അതായത് നരേന്ദ്രമോദി തോൽപ്പിക്കാൻ തന്നെ ചൈന ഉൾപ്പെടെയുള്ളവരുടെ ഫണ്ട് ഉണ്ടായിരുന്നു, വലിയ രീതിയിലുള്ള ഫണ്ടിങ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ സോറോസ് കൈവച്ചിട്ടുള്ള പല രാജ്യങ്ങളിൽ അട്ടിമറി നടന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അട്ടിമറിക്കാൻ പറ്റാത്ത ഒരേ ഒരു നേതാവായിരുന്നു നരേന്ദ്രമോദി. അപ്പോഴാണ് സോറോസ് പറഞ്ഞ അപകടകാരിയാണ് ഇളെന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി ഇവർ 2024 ഇലക്ഷൻ കഴിഞ്ഞ് ഒരു അധികാരമേറ്റ് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ കട്ടിംഗ് സൗത്തിന്റെ കേസ് സജീവമാക്കി. ഒപ്പം തന്നെ ബാംഗ്ലൂർ അടക്കമുള്ള സോറോസിന്റെ NGO ഒക്കെ അപ്പോഴേ പൂട്ടി. അതിന് മുമ്പ് സ്ഥലം വിട്ടവര് സ്റ്റാഫെല്ലാം, വിദേശ സ്റ്റാഫൊക്കെ അതിന് മുമ്പേ പോയി. റിസൾട്ട് വരുമ്പോഴത്തേന് അവര് പോയി. ബാക്കിയുള്ളവരൊക്കെ തന്നെ പൂട്ടി. ഇപ്പൊ പുതിയ ഇവരുടെ അണിയറയിൽ ഒരുങ്ങുന്ന നാടകം എന്താന്ന് വെച്ചാൽ ഈ രാഹുൽ ഗാന്ധി ചന്ദ്രബാബു നായിഡുവിനെ കണ്ടു എന്നൊരു വാർത്ത ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പോഴല്ല, കുറെ ദിവസം കൊണ്ട് അന്തരീക്ഷത്തിലുണ്ട്. അതായത് BJPയുടെ സഖ്യകക്ഷിയെ പിളർത്തുകയോ അടർത്തിയെടുക്കുകയോ ചെയ്തുകൊണ്ട് ഭരണം പിടിക്കാനുള്ള ആത്യന്തികമായ ശ്രമത്തിലാണിപ്പോൾ. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചോളൂ, ഈ ട്രംപ് ഒരു സൈഡിൽ താരിഫിന്റെ യുദ്ധം മുറുകുമ്പോഴാണ് ധർമ്മസ്ഥാൽ ഉയർന്നു വരുന്നത്. ഒപ്പം തന്നെ വോട്ട് ചോരി ഉയർന്നു വരുന്നത്, ഈ നമ്മുടെ കേരളത്തിലടക്കം കന്യാസ്ത്രീകളുടെ അടക്കം വരുന്നത്. അങ്ങനെ ഒരു സൈഡിൽ വീണ്ടും ഇവരെല്ലാം കൂടി വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ആഞ്ഞ് തള്ളാനുള്ള ശ്രമം. പക്ഷെ അതില് ചിലരൊക്കെ പൊളിഞ്ഞു പോയി. വോട്ട് ചോരിയൊക്കെ തുടക്കത്തിലെ പൊളിയുമെന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സാധാരണ ഒരു പൗരന് ഏൽക്കുന്നില്ല. പക്ഷെ ഇത് ഏക്കാത്തതല്ല, ഇത് വീണ്ടും ഈ ഒരു സർക്കാർ ഇല്ലെ നരേന്ദ്രമോദിയുടെ ആ ഒരു ടീം പിന്നെ വാച്ച് ചെയ്യാണ്. ഇനി എത്ര കൂടെ ആവശ്യം. കാരണം ഒരു വലിയ പരിധി അവർ ഒഴിവാക്കി കഴിഞ്ഞു. വലിയ പരിധിയിലുള്ളവരെ കണ്ടിച്ച് തീർന്നു അവരുടെ പരിപാടി. ഇങ്ങനെയുള്ള രാജ്യം തകർക്കാൻ നടക്കുന്ന ഒരു വലിയ ടീം. ഇനിയിപ്പോ ഇവർ നോക്കുകയാണ് ഇനി അടുത്ത റൗണ്ടിൽ ആരൊക്കെ കൂടെ ഇറങ്ങാനുണ്ടാവും. അതുകൂടെ കഴിഞ്ഞാൽ ഒരു വലിയ സമാധാനം കിട്ടും. ഏതായാലും സോറോസിന് ഇന്ത്യയിൽ തന്നെ കൂട്ടിക്കിട്ടും. അവർക്ക് 4 ഓഫീസ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ അടക്കം. അതിന് മുമ്പ് തന്നെ അവരുടെ ഫോറിൻ സ്റ്റാഫുകളൊക്കെ ഇവിടെ രാജ്യം വിട്ടിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പൂട്ടിക്കെട്ടി. നമ്മൾ അന്ന് അറിഞ്ഞത് കേരളത്തിൽ ഉള്ള ചില മാധ്യമങ്ങളടക്കം വലിയ രീതിയിലുള്ള ഫണ്ടാണ് അന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ മറ്റുള്ള ഇതിനും വേണ്ടിയിട്ട്. അതിന്റെയൊക്കെ അന്വേഷണം നടന്നു വരുന്നതേ ഉള്ളൂ. ഏതായാലും അത് അന്വേഷിക്കാതെ പോകത്തൊന്നുമില്ല. കാരണം ഈ മാധ്യമ പ്രവർത്തകരെ താങ്ങിക്കൊണ്ട് നിൽക്കേണ്ട ഒരു ആവശ്യം നരേന്ദ്രമോദിക്കില്ല. നമ്മൾ കണ്ട 2014 അദ്ദേഹം അധികാരത്തിൽ കയറിയപ്പോൾ ആദ്യം ചെയ്തത് ദൂരദർശനെ പിടിച്ച് അകത്തിരുത്തി ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി പൊക്കളാണ്. അന്ന് തുടങ്ങിയ കലിപ്പുണ്ട് മാധ്യമങ്ങൾക്കെല്ലാം. ഏതായാലും ആ കേസ് മുമ്പോട്ട് പോകുന്നുണ്ട്. അത് എപ്പോഴാണ് എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞതിട്ട് ശേഷമാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഈ അമേരിക്കയുടെ തിട്ടൂരം അംഗീകരിക്കുക വിസമ്മതിക്കുന്നതിന്റെ ഒരു കാരണമായി. ഇവിടെ പലരും പറയുന്നത് അറിയാം, മോദിക്ക് അറിയില്ല അമേരിക്ക അവര്. കാരണം ഇങ്ങനെ ആ വഴി ആദ്യം പൂട്ടി. ആ വഴി, അതായത് തനിക്ക് പണി വരും എന്നറിയാവുന്ന വഴി ആദ്യം ക്ലോസ് ചെയ്തു പുള്ളി.
അതിനുശേഷമാണ് അദ്ദേഹം സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നത്. റഷ്യ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ എണ്ണ മേടിയും മുമ്പോട്ട് പോവുകയും ചെയ്യും എന്ന് പറയാൻ കാരണം എന്താണ്? പണി കിട്ടാനുള്ള വഴികളെല്ലാം കൃത്യമായി തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. അപ്പം ഇനിയും അവശേഷിക്കുന്നുണ്ട്, തീർന്നിട്ടില്ല. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏതാണ്ട് 90% മാധ്യമങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ സിമ്പിളായിട്ട് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് വലിയ ബുദ്ധിയൊന്നും ഇതിനാവശ്യമില്ല. നിങ്ങൾ ഒരു ദിവസം ഒരു 10 വാർത്ത കാണും. ആ 10 വാർത്തയുടെ ഒരു രീതി നോക്കുക. ഇന്ന് കൊണ്ടുവരുന്ന വാർത്ത ഒരു 10 ദിവസം കഴിഞ്ഞ് എത്ര മാധ്യമങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, അതിന്റെ ബാക്കി കൊണ്ടിരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പൊ എന്താണ് ഇവരുടെ പ്രശ്നം? നമ്മുടെ നാട്ടിൽ പറഞ്ഞ തീയില്ലാതെ പുകയുണ്ടാക്കുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം പേരും ചെയ്ത്. വായി വരുന്ന വിളിച്ചു പറയാ, പാനിക് അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇപ്പോൾ താരിഫ് പ്രഖ്യാപിക്കുന്നു, ഇന്ത്യ തകർന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യ തകർന്നു എന്ന് പറയുന്ന മീഡിയാസിന്റെ അതിന് എണ്ണം കുറഞ്ഞു പോയി എന്നുള്ളതാണ്. കാരണം യാഥാർത്ഥ്യം അമേരിക്കയിലുള്ളവരും മറ്റു രാജ്യക്കാരും നമ്മുടെ നാട്ടിലും വിവരവും വിദ്യാഭ്യാസമുള്ളവരും പറഞ്ഞിട്ട് അതങ്ങനെയൊന്നുമല്ല കാര്യം. ശരിയാണ്, നമുക്കൊരു ചെറിയ ഡൗൺ ഉണ്ടാകും എന്ന് കരുതി നമ്മൾ തകർന്നൊന്നും പോവില്ല. അപ്പോഴാണ് നമ്മളെ കണക്കുള്ള ചില ചാനലുകൾ പഴയ ചരിത്രം പൊക്കിക്കൊണ്ടുവന്നത്. അതായത് ഇതിലും ഗതി ഇല്ലാത്ത സമയത്ത്, കഞ്ഞു കുടിക്കാൻ ഗതിയില്ലാത്ത സമയത്ത് അമേരിക്ക ഇതിനേക്കാൾ വലിയ പണി നമ്മളോട് കാണിച്ചിട്ടുണ്ട്, അതിനെ അതിജീവിച്ചൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു നമ്മൾ വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഡീപ് സ്റ്റേറ്റ് വീണ്ടും നമ്മുടെ രാജ്യത്ത് പണി തുടങ്ങിയിട്ടുണ്ട്, അവശേഷിക്കുന്ന ഡീപ് സ്റ്റേറ്റ്. പക്ഷെ അവർ നമ്മൾ വിചാരിക്കുന്നവർക്ക് അത്ര നിസ്സാരക്കാരുമല്ല. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഈ പാനിക് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു 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 ലഹള, ഇല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രതിഷേധപ്പെടണം, പെട്ടെന്ന്. ഇപ്പം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ 140 കോടി ജനമുണ്ട്, വലിയ രീതിയിലുള്ള വ്യത്യസ്തമായ ആളുകളാണ് ഉള്ളത്. ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. നാളെ ഇതുവഴി അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നു പോയിട്ട് ആരോടെങ്കിലും 2 വാക്ക് തർക്കം ഉണ്ടായാൽ അത് സംഘർഷമായിട്ട് മാറും. ഇത് കണക്കുള്ള ഒരു സംഘർഷവും കാര്യം. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യവും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയൊക്കെ പറഞ്ഞത്, നമ്മുടെ രാജ്യം ജാഗ്രതയോടെ കടന്നു പോകേണ്ട സമയമാണ്, ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് പറയാനുണ്ടായ കാരണം വെച്ചാൽ, ശത്രു നമ്മുടെ തൊട്ടടുത്തുണ്ട്, നമ്മുടെ അയൽപക്കത്തുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവൻ സമയമാകാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, നരേന്ദ്രമോദിയുടെ സമയം തീരുന്നു, അതാ അവർ വരും, ഇല്ലേ ഇവർ വരും, ഇവർ ആഞ്ഞടിക്കും എന്നുള്ളത്. ആഞ്ഞടിക്കാൻ ആ അടിക്കേണ്ട വഴികൾ പുള്ളി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു പൂർണ്ണ ബ്ലോക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വേറെ ഏതെങ്കിലും രീതിയിൽ വരും. എനിക്ക് തോന്നുന്നത് ഒരു ലോകം ഒരു യുദ്ധത്തിന്റെ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഇവരെല്ലാം ഇവരുടേതായ രീതിയിൽ പണി തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഇന്ത്യ വിരുദ്ധത വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം, അതായത് എനിക്ക് തോന്നുന്നു ഈ 3ാം നരേന്ദ്രമോദി സർക്കാർ അല്പം ദുർബലമാണെന്നൊരു തോന്നല് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. കാരണം 2 സഖ്യകക്ഷികളുടെ പിൻബലമാണല്ലോ. അതുകൊണ്ട് JDUവിനെ തകർത്ത് കഴിഞ്ഞാൽ മോദിയെ മറിച്ചിടാൻ പറ്റും, ഇല്ല NDA TDP പിടിച്ചു കഴിഞ്ഞാൽ പറ്റും എന്നൊരു ധാരണയാണ്. അതിനിപ്പോൾ അവർ പുതിയതായിട്ട് ഇറക്കിയ തിയറി, ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP തോറ്റാൽ അതോടുകൂടി കേന്ദ്രത്തിലെ മോദി താഴെ പോകും. കാരണം JDU പിന്തുണ പിൻവലിക്കും. JDU പിന്തുണ പിൻവലിച്ച നിതീഷ് കുമാർ മാത്രമേ കാണൂന്ന് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ധനുഷും കൂട്ടി ഇരുന്നിട്ടാണ് അനാലിസിസ് ചെയ്തത്. അന്ന് ഞാൻ പറഞ്ഞു, ധനുഷ് ഈ നിതീഷ് കുമാറിനെ ഇപ്പൊ അദ്ദേഹത്തിന് നമ്മൾ പറയുന്നത് ശരിയല്ല, ഓർമ്മയൊക്കെ ഇപ്പൊ പോയി. അദ്ദേഹം മാത്രമേ കാണൂ പിന്തുണ പിൻവലിക്കാനായിട്ട്. പിന്നെ കുറച്ചാൾ പറഞ്ഞു ചിരാഗ് പാസ്വാനാണ്. ഇന്നലെ ഞാൻ ചിരാഗ് പാസ്വാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എക്കണോമിക്സ് ടൈംസ് വായിക്കുന്ന കേട്ടു. മോദി ഉള്ളിടത്തോളം കാലം ഞാൻ ഈ സർക്കാരിൽ തന്നെ ഉണ്ടാകും, ഈ സർക്കാരിന്റെ കൂടെയാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ്. പിന്നുള്ള ചന്ദ്രബാബു നായിഡുവിനാണ്. ചന്ദ്രബാബു നായിഡു ഒന്ന് അങ്ങനെ പെട്ടെന്ന് ഊരിപ്പോകുന്നു. ചന്ദ്രബാബു നായിഡുവിന് കൃത്യമായി തന്നെ അറിയാം നരേന്ദ്രമോദി ആരാന്നുള്ളത്. ചന്ദ്രബാബു നായിഡു ഒരു കിങ് മേക്കറാണ്, ഒരു നല്ല പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം വാജ്പേയിയുടെ ഒക്കെ കാലത്ത് ഇന്ത്യയുടെ കൂടെ ആയിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ കാലത്ത് ജീവിതം. പക്ഷെ അദ്ദേഹം മുമ്പ് കളിച്ച രാഷ്ട്രീയ നേതാവല്ല മോദി എന്നുള്ള കാര്യം നായിഡുവിന് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. കാരണം അതിനൊരു കൃത്യമായി തന്നെ ഒരു എനിക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഈ വാജ്പേയിക്ക് വരാവുന്ന മോദി ആയിരുന്നെങ്കിൽ, നരേന്ദ്രമോദി ആയിരുന്നു, ഈ ജയലളിത പിന്തുണ പിൻവലിക്കില്ലായിരുന്നു. കാരണം ജയലളിതയുമായിട്ട് നല്ല ബന്ധമായിരുന്നു ശ്രീ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത്, ഇത് നമുക്ക് ചെറിയൊരു കഥ പറഞ്ഞിട്ടങ്ങ് നിർത്താം. അത് കാരണമായിട്ട് പറയുന്നത്, ഈ ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് സെയിം ടൈം തന്നെ നരേന്ദ്രമോദിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോ ഈ ജയലളിതയ്ക്ക് അവരും ഈ നരേന്ദ്രമോദിയുടെ വേറൊരു ടൈപ്പാണ്. എന്താണ് പറയുന്നത്, ഒരു പവർഫുൾ ലേഡിയാണ്. ഞാൻ പിടിക്കുന്നിടം ഇതാണെന്നുള്ള ലേഡി. അങ്ങനെയുള്ളവർ തമ്മിൽ ഒരു ഐക്യം വരുമല്ലോ, ഈ പാർട്ടി അല്ലല്ലോ. ഇപ്പൊ രണ്ട് മല്ലന്മാര് തമ്മിൽ എപ്പോഴും ഒരു സൗഹൃദത്തിന്റെ ഒരു അന്തരീക്ഷം എപ്പോഴും ഉണ്ടാകും. ഒരു പരസ്പരമുള്ള റെസ്പെക്റ്റ് ആണ്. നമ്മുടെ എതിരാളികൾ തമ്മിൽ നമ്മൾ അവരെയും കാണുമ്പോൾ ഒന്ന് വിഷി, കാരണം എതിരാളിയാണ്. അപ്പൊ അതേപോലത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു കമ്പനി അവിടെ ഈ വലിയ രീതിയിൽ വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്
ഈ കുമാരി ജയലളിത ഒരുപാട് കമ്പനികളെ അവിടെ ബിസിനസ്സിനായിട്ട് ആകർഷിച്ചുകൊണ്ടിരുന്നു. അതിൽ വന്ന ഒരു കമ്പനി വന്നപ്പോൾ ഇത് നരേന്ദ്രമോദി അറിഞ്ഞു ഇങ്ങനൊരു കമ്പനി, അതായത് ഗുജറാത്ത് സർക്കാർ ഉൾപ്പെടെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന, ലോകത്ത് തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിയാണ് വേറൊരു രൂപത്തിൽ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത്. ഇത് നരേന്ദ്രമോദി വിളിച്ചിട്ട് ജയലളിത അടുത്ത് പറയുകയാണ് ഇങ്ങനൊരു സംഭവം വന്നു. പക്ഷെ ആ കമ്പനിയെ കൊണ്ടുവന്നത് നമ്മുടെ ശശികലയുടെ വഴി ത്രൂ ആണ്. അപ്പോഴാണ് ജയലളിതയ്ക്കും അപ്പം ആണ് മോദി ഒരു ഇൻഫർമേഷൻ കൊടുത്തത്, ശശികലയാണ് നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നത്, അവരാണ് ഈ അഴിമതി മുഴുവൻ നടത്തുന്നത്, കാരണം ഇത് കരിമ്പട്ടിയപ്പെട്ട കമ്പനിയാണ്, നിങ്ങളുടെ അവിടെ ഇതിന് ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ ഫ്ലോപ്പ് എന്നല്ല, വലിയ അപകടകരമാണ് എന്നോ, ഇതൊരു വലിയ ഒരു ക്രൂക്കറ്റ് സാധനമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അതിനുശേഷം മോദിയുമായിട്ട് നല്ല ബന്ധവുമായിരുന്നു. എപ്പോഴും അവർ പറയുന്ന കാര്യം എൻ്റെ സഹോദരനാണ് നരേന്ദ്രമോദി എന്ന്. നരേന്ദ്രമോദിയെ ക്ഷണിക്കുകയും മറ്റുമൊക്കെ അവർ തമിഴ്നാട്ടിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബന്ധം, അതായത് രണ്ട് തരത്തിലുള്ള ബന്ധമാണ്. ഒന്ന്, ഈ പുറമേ കാണുന്ന സ്നേഹബന്ധത്തിന് അപ്പുറത്തേക്ക് ചില കാര്യങ്ങളുള്ളൊരു പിടുത്തമുണ്ട്. അതായത് എനിക്ക് ഇപ്പം ധനുഷിനെ കൊണ്ടും ധനുഷിന് എന്നെ കൊണ്ടും നേടാവുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കും. അതല്ലെങ്കിൽ നമ്മൾ പുറമെ ഒരു ഐക്യം പറഞ്ഞിട്ട് പോകാൻ പറ്റും. പക്ഷെ മോദിയുടെ റിലേഷൻസ് അങ്ങനെയല്ല. കാരണം എല്ലാത്തിൻ്റെ ഒരു ചരട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതായത് എങ്ങനെ കടന്ന് കളിച്ചു കഴിഞ്ഞാലും ഇവിടെ വരാതെ നമ്മൾ പറയില്ലേ, എവിടെ കൂടെ നമ്മൾ റോന്തി വിറ്റാലും ഈ ജംഗ്ഷനിൽ വരാതെ എങ്ങും പോകാൻ പറ്റില്ലെന്ന്. കണ്ടിട്ടില്ല ചില ഗുണ്ടകളൊക്കെ വെല്ലുവിളിക്കുന്നുണ്ടോ, നീ എവിടെ വേണേ പൊക്കോ, പക്ഷെ ഈ ജംഗ്ഷനിൽ വരാതെ നിനക്ക് വണ്ടി കയറി പോകാൻ പറ്റത്തില്ലെന്ന് ആലോചിക്കണം എന്ന് പറയുന്ന നിൽക്കാണ്. ആ ഒരു ജംഗ്ഷനാണത്. ആ ഒരു ജംഗ്ഷൻ കണക്ഷൻസും റിലേഷൻസും ആണ് എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പല രീതി, അതായത് അവർ ചിന്തിക്കുന്നതിന് മുമ്പ് ഇവിടെ നടക്കും കാര്യങ്ങൾ. കാരണം ഇപ്പൊ ഇവിടെ ഇരുന്ന് പല മാധ്യമങ്ങളും പറയുന്നത് TDP പിൻവലിക്കും, JDU, അതിനേക്കാൾ വലിയ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഇന്ത്യ. അത് തന്നെയല്ലേ എനിക്ക് തോന്നുന്നു ഭാരതീയ ജനതാ പാർട്ടി BJPക്ക് തന്നെ അവർക്ക് ഇന്റേണൽ ഇന്റലിജൻസ് സംവിധാനങ്ങളുള്ളൊരു പാർട്ടിയാണ്. ഇപ്പൊ തുടങ്ങിയതല്ല, അവർ പണ്ട് മുതലേ ഉണ്ട്. കാരണം അവർ ഈ RSSന്റെ ഒരു സംവിധാനത്തിൽ വന്നതുകൊണ്ട് തന്നെ അവരുടെ പാർട്ടിയിൽ ആ സിസ്റ്റം മുമ്പ് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും ഈ ഇന്റേണൽ ആയിട്ട് ചില സർവേകളും കാര്യങ്ങളും ആ പാർട്ടി നടക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് ഈ സർവേകൾ മാറ്റിവെക്കേണ്ടി മീൻസ് ഏതാ, ഇപ്പൊ ചിലപ്പോ അവർ ഈ ഇലക്ഷനൊക്കെ മുമ്പ് മിക്കവാറൊക്കെ നടത്തും, വിലക്കയറ്റമാണോ പ്രശ്നം, എന്താണ് പ്രശ്നം, ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊക്കെ. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ എന്താ പറയുക ഗ്രൂപ്പ് സമവാക്യമൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ആര് മത്സരിക്കണമെന്ന് ഇന്റേണൽ സർവേ പറയാം, ഇന്നാള് മത്സരിക്കണം പറഞ്ഞാൽ അയ്യോ അത് കൊടുക്കാൻ പറ്റത്തില്ല, മറ്റവൻ പിണങ്ങി കഴിഞ്ഞാൽ ഇന്നിടത്തൊക്കെ പ്രശ്നമാകും എന്ന് പറഞ്ഞത് കൊണ്ട് കൊടുക്കേണ്ടി വരുന്നതാണ്. ഇല്ലെങ്കിൽ അവരുടെ സർവേ ഒക്കെ ഏകദേശം കറക്റ്റ് ആയിട്ടാണ്. കാരണം അവരൊരു 3 months കൂടുമ്പോൾ അങ്ങനത്തെ ഒരു സർവേ മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴെനിക്ക് ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉണ്ടാകും. കാരണം ഇപ്പൊ അവർ കുറച്ചുകൂടെ ഒക്കെ നല്ല സാമ്പത്തികമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ വിപുലമായിട്ടായിരിക്കും അവർ നടത്തുന്നത്. ഇപ്പൊ കേരളത്തിൽ പോലും ഏതൊരു ഗ്രൂപ്പിനാണ് ഇപ്പോഴത്തെ സംസ്ഥാന ഘടകം ഈ സർവേ നടത്താൻ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ നടക്കുന്ന മുക്കിനും മൂലയ്ക്കും വലിയൊരു നെറ്റ്വർക്ക് ഉള്ള ഒരു ടീമാണ്. അപ്പൊ ഇത് അന്നെന്ന് പറഞ്ഞാൽ മുമ്പ് ഈ സോറോസിസ് ആയാലും ഡീപ് സ്റ്റേറ്റ് ആയാലും ഈ പറയുന്നതൊക്കെ ശരിയാണ്. അമേരിക്കയൊക്കെ വിചാരിച്ചിരുന്നു ഇന്ത്യയിലെ പല ഭരണങ്ങളും അട്ടിമറിക്കാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ഭരിച്ചത് കോൺഗ്രസ് ആണ്. കാരണം കെട്ടഴിഞ്ഞ് പട്ടം പോലെ പാറിപ്പറന്നു കിടക്കുന്ന ഒരു ഭരണാധികാരികളും ഇതുമാകുമ്പോൾ എന്തും സംഭവിക്കും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, മുക്കും മൂലയും അരിച്ചു പെറുക്കാനും കൃത്യമായി തന്നെ വിവരങ്ങൾ കൈമാറി ഈ രാജ്യത്ത് ഒരുപാട് ജനങ്ങൾ തന്നെ മുമ്പോട്ട് വരുന്നുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആ വാക്ക് പറയുന്നത് തെറ്റാണ്, ഈ നമ്മുടെ ചില മൂലസ്ഥാനത്തൊക്കെ വെച്ച് ഗോൾഡ് കൊണ്ടുവരുമല്ലോ, ഇപ്പൊ എന്തുകൊണ്ടാണ് ആ ഗോൾഡ് വരുന്നത് ഇപ്പൊ വളരെ കുറഞ്ഞിട്ടില്ലേ, കള്ളക്കടത്ത് കുറഞ്ഞിട്ടില്ല. ഇതെന്ത് ഇവരൊന്നും കള്ളക്കടത്താരൊന്നും മരിച്ചു പോയിട്ടൊന്നുമില്ല, ഇല്ലെങ്കിൽ ഈ ഇവര് കൊണ്ടുവരുന്ന സ്ഥലമൊന്നും അടഞ്ഞു പോയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് നിന്നുപോയത് എന്ന് കൂടി നമ്മൾ അന്വേഷിക്കണം. ഇവിടെ പുലി പോലെ പല സാധനങ്ങളും വരാറുണ്ട്. എന്തുകൊണ്ടാണ് ആ പുലി പോലെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് നിന്നുപോയത്? അത് കൂടാതെ തന്നെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ചില സംഘടനകൾ, എന്നാൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന പല സംഘടനകളും, അതായത് നാഷണൽ ചിന്താഗതിയും മറ്റുമുള്ള സംഘടനകൾ ഇപ്പോൾ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി വരുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ല വെറുതെ നമ്മൾ ഇരുന്നിട്ട് ശരിയാണ് പറഞ്ഞതൊക്കെ ഒരു കാലഘട്ടത്തിന് മുമ്പ് വരെ കറക്റ്റ് ആയിരുന്നു, അന്നും ഈ ഇന്ത്യ അതിജീവിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കാരണം ഇന്നിപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ഇൻഫർമേഷൻ കൊടുക്കാൻ തക്ക രീതിയിൽ ജനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇല്ലെങ്കിൽ റൂട്ടുകൾ കൃത്യമായി നമുക്ക് കഴിഞ്ഞിരുന്നു. ഇന്നിപ്പം വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് വേട്ടയുടെ വാർത്ത നമ്മൾ കേൾക്കുന്നില്ല, ആയുധം പിടിച്ച വാർത്ത കേൾക്കുന്നില്ല, ബോംബ് പൊട്ടിയ വാർത്ത നമ്മൾ കേൾക്കുന്നില്ല, ഇത് കണക്ക് ഗോൾഡ് കടത്ത് വാർത്ത കേൾക്കുന്നില്ല. ഇങ്ങനെ ഇതൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇത് മുമ്പുണ്ടായിരുന്നതിനേക്കാളും വളരെ കുറവാണ് ഇപ്പോഴും ഉള്ളത് എന്ന് പറഞ്ഞതാണ്. എന്തായാലും ഇവരൊക്കെ ഗാന്ധിജിയുടെ പാത പിന്തുടർന്നുകൊണ്ട് പോയിട്ടൊന്നും കാണത്തില്ലല്ലോ എന്തായാലും.
ഇവരൊക്കെ ഇപ്പോഴും ആ പണി തന്നെ ആയിരിക്കും. പലരും നിർത്തിപ്പോയി. മല പോലെ കുതിച്ചുയർന്നുന്ന ബോളിവുഡിന്റെ അവസ്ഥ ഇന്ന് എന്താണ്? തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഫണ്ടിങ് ഉം. നിൽക്കുമ്പോൾ എല്ലാം നിൽക്കും. പണമാണ് മുഖ്യം. ഇന്ന് രാഹുൽ ഗാന്ധി ഒരു 1300 കിലോമീറ്റർ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അത് എന്താകും ഏതാകും എന്ന് എനിക്കറിയില്ല. കാരണം അത് എത്രത്തോളം മുമ്പോട്ട് പോകുമെന്ന് അറിയില്ല. ഇപ്പം ഇലക്ഷൻ കമ്മീഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അനാലിസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് മുഴുവൻ ഇത് കിട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ചെയ്യാം. ഇതിനകത്ത് ഒരു ആയിക്കോട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞു. പക്ഷെ ഉം. ഒരു കാര്യം കൂടെ, ഒരു സന്തോഷ വാർത്ത കൂടെ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. അത് ചിലപ്പം പലരും അറിഞ്ഞിട്ടുണ്ടാകില്ല. നമ്മുടെ ഒഡീഷയിൽ നിന്ന് നമ്മളൊരു വലിയ ഈ സ്വർണ്ണ ശേഖര നിധി അതെ അതെ. കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ജിയോളജിക്കൽ സർവേ അത് കണ്ടെത്തി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ദി യോഗഡിൽ എന്ന് പറയുന്ന ഒരു ജില്ല, അവിടുത്തെ അദാസി രാംപള്ളി എന്ന് ഉം. പറയുന്ന മേഖല, സുന്ദർഗഡ്, ഒരു 4 ജില്ലയിൽ നിന്നാണ് ഇപ്പൊ കിട്ടിയത്. വേറെ ജില്ലകൾ കനം നടക്കുന്നത് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ സുന്ദർഗഡ്, നബഗർപൂര്, കിയോഞ്ചർ, അകുൽ, കോരാപൂര്, മയൂബ് മഞ്ച്, മൽഗാൻഗിരി, സാമ്പൽപൂര്, ബൗദ്ധ എന്നിവിടങ്ങളിൽ, അത് ഈ 4 ജില്ലയിൽ നിന്ന് മാത്രം 20 മെട്രിക് ടൺ സ്വർണ്ണശേഖരമാണ് ഉള്ളത്. ഉം. നമ്മുടെ വാർഷിക ഉൽപാദനം 1.6 ആണ്. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് സ്വർണം. 700-800 ടൺ മെട്രിക് ടൺ ഒക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഈ സ്വർണ്ണശേഖരം കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത, കാരണം ഇതിപ്പോ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ.